പുതുക്കാട്ടെ ഭവിൻ്റെ വീട്ടിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നതൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇപ്പം ഭവിനാണെങ്കിൽ പോലീസിൻ്റെ അടുത്ത് ചെന്ന് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, അതിനുശേഷമാണ് ഇത്ര നിർണായകമായ വിവരങ്ങളൊക്കെ തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ചുരുൾ അഴിയുന്നത് തന്നെ. ഈ ഭവിൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ അതിൽ ഇപ്പോഴും ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവരുടെ ബന്ധം വഷളായതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ഇയാൾ പുറത്തു പറയുന്നത് തന്നെ. ഇപ്പം ഇയാളുടെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വളരെയധികം നിർണായകമാണ്. തീർച്ചയായും സ്മിത, ഇയാളുടെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത പോലീസ് ഇതുവരെ നൽകുന്നില്ല. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഭവിൻ്റെ ഈ വീട്ടിൽ, ഇതാണ് ഭവിൻ്റെ അമ്മ താമസിച്ചിരുന്ന വീട്. ഈ വീട്ടിൽ തൊട്ട് പുറകിൽ ഈ വീട്ടിലെ അടുക്കളയുടെ സൈഡിനോട് ചേർന്നൊരു മേഖലയിലാണ് ഇത്തരത്തിൽ ഈ ഈ 2 മൃതദേഹങ്ങളും കുഴിച്ചിട്ടത് എന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ആദ്യ മൃതദേഹം കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവിടുന്ന് എടുത്ത അസ്ഥിയായി ഇവിടേക്ക് കൊണ്ടുവന്ന് ഭവന് കൈമാറുന്നു. അത് ഇവിടെ കുഴിച്ചിടുന്നു. അതിനുശേഷം വീണ്ടും ഈ പറയുന്നത് പോലെ രണ്ടാമത്തെ മൃതദേഹം പ്രസവിച്ച് ഏതാണ്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ മേഖലയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം തന്നെ പക്ഷേ ഈ വീട്ടിന് സമീപത്ത് വെച്ചല്ല കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. പുറത്ത് ഈ പറയുന്ന ഈ പ്രതി തന്നെ, ഈ അനീഷ തന്നെ കൊണ്ടുവന്ന് കൊടുത്തതാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത്. അതിവിടെ കുഴിയെടുത്ത് മൂടിയിരിക്കുന്നു. ആ സമയം ഒന്നും തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മയും അല്ലെങ്കിൽ തൊട്ടടുത്ത ബന്ധുക്കളൊന്നും തന്നെ ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വീട് നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്തൊക്കെ തന്നെയാണ്, 2024 എന്ന് പറഞ്ഞാൽ ഈ വീട് നിർമ്മാണമൊക്കെ ഏതാണ്ട് പൂർത്തിയായ ഒരു ഘട്ടമൊക്കെയാണ്. എന്തായാലും ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വന്നൊരു പരിശോധന നടത്തിപ്പോയതല്ലാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. പുതുക്കാട് പോലീസ് ഇപ്പോഴും തന്നെ ഇവിടെ ഗാർഡ് ഡ്യൂട്ടിക്ക് പോലീസുകാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അവർ രാത്രി മുതൽ ഇവിടെ കാവൽ ഉണ്ട്. എന്തായാലും ഭവിൻ ഈ ബന്ധം വഷളായതിനു ശേഷം, ഏതാണ്ട് ഈ 2024 തുടങ്ങിയതിനു ശേഷം പിന്നീട് കാര്യമായ രീതിയിലുള്ള കോണ്ടാക്ട് ഇവർ തമ്മിൽ, അനീഷയും ഭവിനും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിവാഹത്തിലേക്ക് ഇത് എത്തിയിരുന്നില്ല. അനീഷയ്ക്ക് ഒരു പക്ഷേ താല്പര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 പ്രസവവും നടത്തില്ലായിരുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് കരുതിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു വിശ്വസനീയമായ, അല്ലെങ്കിൽ പോലീസിന് അങ്ങനെയാണ് പോലീസ് ഈ ഒരു 2 ചോദ്യം ചെയ്യലുകളിൽ നിന്ന് പോലീസിന് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഭവിനെ കോണ്ടാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഭവിനെ ബന്ധപ്പെടാൻ ഈ പറയുന്ന അനീഷ തയ്യാറാകുന്നില്ല. അതായിരിക്കാം ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ഫോണിൽ തന്നെ നിരവധി തവണ വിളിച്ചു നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ട് കിട്ടാത്തതിനാലുള്ള മനോവിഷമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പെട്ടെന്ന് തന്നെ ഈ അസ്ഥി എല്ലാം എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് പോലീസിന് മുൻപിൽ ഒരു കൺഫെഷൻ, ഒരു കുറ്റസമ്മതം നടത്താനുള്ള കാരണമായി പോലീസ് കണക്കാക്കുന്നത്. എന്തായാലും 2 പേരെയും ചോദ്യം ചെയ്യുകയാണ്. അനീഷയുടെ മൊഴി പൂർണ്ണമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഇനി ഭവിൻ ഇവിടെ വന്ന് കുഴിച്ചിടുമ്പോൾ ഇത് മറ്റാരെങ്കിലും കണ്ടിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഫോറൻസിക് സംഘം ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് പോലീസിന് ഒക്കെ ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പരിശോധന, ഇവിടെ മറ്റ് പരിശോധനകളൊന്നുമില്ല. ഇവിടുത്തെ ഈ കുഴിച്ച് ഭവിൻ എടുത്തു കൊണ്ടുവന്ന ആ സ്ഥലത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രാഥമികമായ ഒരു പരിശോധന, അല്ലെങ്കിൽ അവസാനവട്ട ഒരു പരിശോധന നടത്തി മടങ്ങുക എന്നതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഞെട്ടിക്കുന്ന കൊലപാതകമാണ്. കൂടുതൽ വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊന്നതാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കണം. അതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യമാണ്. എന്തായാലും ഞെട്ടിക്കുന്ന കൊലപാതകം, അതിന്റെ ചുരുൾ അഴിഞ്ഞത്. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇരുവരുടെയും മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റസമ്മതമാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഇനിയും തെളിയേണ്ടിയിരിക്കുന്നു. കേസ് അന്വേഷണം നടക്കുകയാണ്.